ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈവനിങ് റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ എന്ന് പറയാം. ഞാൻ വൈകുന്നേരം ഇപ്പം വിച്ചുകുട്ടനെ ട്യൂഷനൊക്കെ വിട്ടിട്ട് ഞാൻ കരുതി ഒന്ന് കറ്റാർവാടിയൊക്കെ എടുത്തൊന്ന് തലയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാലോ, നല്ലപോലെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്താലോ എന്ന്. ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ കറ്റാർവാടി ഒന്നും തിരിഞ്ഞു പോലും ഞാൻ നോക്കത്തില്ലായിരുന്നു. എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു സമയമായപ്പോഴത്തേക്ക് നല്ലപോലെ അങ്ങ് പൊഴിഞ്ഞ് പോയപ്പോൾ ഞാനിതങ്ങ് കട്ട് ചെയ്ത് ഞാൻ നല്ലപോലെ ഷോർട്ടാക്കിയായിരുന്നു. ഷോർട്ടാക്കി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് വിഷമമായി. അയ്യോ, മുടി കുറച്ചുകൂടെ ഒക്കെ വേണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഞാൻ ഈ കറ്റാർവാഴ യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷേ എനിക്ക് നല്ല മാറ്റമുണ്ട്, നല്ല റിസൾട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഹെയർ ഗ്രോത്ത് ആവുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് വളരുന്നില്ലായിരുന്നു ഹെയർ. പക്ഷേ ഈ കറ്റാർവാഴ ഡെയിലി അല്ല, ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ തേക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ചേഞ്ച് ഉണ്ട്. അതിനിപ്പോൾ ഞാൻ തേക്കാൻ തുടങ്ങിയതാട്ടോ. നിങ്ങളും തേക്കുന്നുണ്ടോ, ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കരുതി കുറച്ച് ഗോതമ്പൊടി, മഞ്ഞൾപ്പൊടി, പാലും ഒക്കെ എടുത്ത് ഞാൻ മുഖത്ത് ഇടയ്ക്ക് മസാജ് ചെയ്യാറുണ്ട്. ആഴ്ച 1 വീക്കിൽ ഒരു ദിവസം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്യുന്ന വൈകിട്ടാണ്, അല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ പിന്നെ സമ്മതിക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാനിതെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കട്ടോ. എനിക്ക് നല്ല മാറ്റം കേട്ടോ, ഇത് തേക്കുമ്പം നല്ല റിസൾട്ട്. ഈ ഗോതമ്പൊടിയൊക്കെ എനിക്ക് നല്ലപോലെ ചേരും. പിന്നെ എനിക്ക് ചേരാത്തതെന്ന് പറയാം മിൾട്ടാണി മിൾട്ടിക്കയില്ലേ, അതൊക്കെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. പക്ഷേ ചിലർക്ക് നല്ല റിസൾട്ടാണെന്ന് പറയും. എൻ്റെ സിസ്റ്റർക്കൊക്കെ അവൾക്ക് തേച്ചാൽ നല്ല റിസൾട്ടാട്ടോ. പക്ഷേ എനിക്കത് അങ്ങോട്ട് പറ്റത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഇത് നല്ലപോലെ ഒരു 10 മിനിറ്റ് എല്ലാം വെച്ചിരുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് റെഡിയായാലും, സത്യം പറഞ്ഞാൽ കുളിച്ച് റെഡിയായപ്പോഴത്തേക്കും എന്താ ഒരു സുഖം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സൺസ്ക്രീം എടുത്ത് തേച്ച്, അതിനകത്താണെങ്കിൽ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അതിനകത്ത് പറ്റിപ്പിടിച്ച് എല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്ത് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വിച്ചുകുട്ടൻ എൻ്റെ അടുത്ത് സ്റ്റാറൊക്കെ കിട്ടിയ കാര്യം പറയാം കേട്ടോ. ട്യൂഷൻ വീട്ടിൽ മാത്സ് എല്ലാം എഴുതി എനിക്ക് ഫുൾ മാർക്കൊക്കെ കിട്ടി, 2 സ്റ്റാറൊക്കെ കിട്ടിയെന്നൊക്കെ കേട്ടോ ഭയങ്കര വീരവാദം പറയുക. അത് കഴിഞ്ഞപ്പം വിളക്കൊക്കെ കത്തിച്ച് തൊഴാനായിട്ട് ഇരിക്കട്ടോ. അപ്പോഴാണ് വിച്ചുകുട്ടൻ ഓരോ ആക്ഷനൊക്കെ കാണിക്കുന്നത്. ഞാൻ വിച്ചുകുട്ടനും കൂടെ തൊഴുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.